കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവിലെ നീർത്തടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. രാത്രിയുടെ മറവിൽ നിരവധി ലോഡ് മാലിന്യങ്ങളാണ് പൈപ്പ് ലൈൻ റോഡിനരികിൽ നീർത്തടത്തിൽ തള്ളുന്നത്. മാലിന്യങ്ങൾ തള്ളുന്നത് ദേശാടന പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. പൈപ്പ് ലൈൻ റോഡരികിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതോടെ ഇതുവഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇക്കാര്യം പലതവണ മാവൂർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതാണ്. പക്ഷേ മാലിന്യം കുന്നുകൂടുകയല്ലാതെ മറ്റ് നടപടിയൊന്നുമില്ല. നിരന്തരം മാലിന്യങ്ങൾ കൊണ്ട് തട്ടുക, പല കംപ്ലൈൻറ്റും പഞ്ചായത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ട് തട്ടുന്ന ഒരു സ്ഥിതിയാണിത്. തെങ്ങിൽക്കടവിൽ ഒരു 100 മീറ്ററും കൂടി പോന്നു കഴിഞ്ഞാൽ 100 വേണ്ട 50 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് തട്ടുന്നൊരു സ്ഥിതിയാണിത്. സ്കൂൾ കുട്ടികൾക്ക് വരെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. തെങ്ങിൽക്കടവ് മുതൽ ഇവിടെ പുത്തംകുളം വരെയുള്ള ഭാഗം കാട് നടക്കുക, ആരും കൊണ്ട് തട്ടുന്ന ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. വണ്ടിയിൽ വന്ന് കൊണ്ട് തട്ടുക, പോവുക, സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുന്ന സ്ഥിതിയാണ്. ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന സ്ഥലം കൂടിയാണിത്. ഇവയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ അവസ്ഥയിലാണ്. പക്ഷികളുടെ എണ്ണത്തിലും കുറവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ നീക്കി തണ്ണീർത്തടം സംരക്ഷിക്കാൻ ഉൾപ്പെടെ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.